നീ തേങ്ങ കൊല്ലൂടെ? എനിക്ക് ആദ്യമേ പറഞ്ഞു ആ പെണ്ണും പുള്ളിക്ക് ഭ്രാന്താണെന്നുള്ളത്. ഞങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. എടോ, ഇതുപോലുള്ള വട്ട് കേസുകളൊക്കെ പിടിച്ച് ചങ്ങലിക്കണം, അല്ലാതെ അഴിച്ചുവിടുകയല്ല വേണ്ടത്. സാറേ ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ തോക്കാ പെണ്ണുമ്പിള്ളയുടെ കയ്യിൽ താൻ പോയി വാങ്ങിച്ചാ തോക്കോ? ആ തോക്ക്. അയ്യോ, എന്റെ തോക്ക് അവരുടെ കയ്യിൽ ഇരിക്കണ്ട. പോയി പിടിച്ചു വാങ്ങിച്ചോട്ടോ, പോയി വാങ്ങിച്ചോട്ട് വേണം. എടാ, നീയൊക്കെ ഇവിടെ വന്ന് നിൽക്കുവായിരുന്നല്ലേ? തോക്ക് വാങ്ങിക്കണോ? ആ പെണ്ണുമ്പോൾ നമ്മളെല്ലാരും കൊല്ലം. താൻ പോയി തോക്ക് വാങ്ങിക്കണോ? അമ്മയെ പറയുന്നത് കേക്ക്. വേണ്ട, പോയത് വാങ്ങിക്കണോ, അല്ലെങ്കിൽ തള്ള ഞങ്ങളെ കൊല്ലൂടോ? തള്ള നിന്നെ ഞാൻ അമ്പിക എന്തായത്? ആ തോക്കില്ല, തരില്ല. നിനക്കെന്തിനാ ഈ കളിത്തോക്ക്? ആ പിള്ളേരെ കൊണ്ടുപോയി കളിക്കണ്ടെന്ന്. പൊട്ടാതെ തോക്ക ഇത് ഈ പിള്ളേര് കളിക്കുന്ന കളിത്തോക്ക. അങ്ങ് കൊടുക്ക. ഇതൊക്കെ അവർക്ക് കൊടുത്തേക്ക്. അപ്പോ ഇത് കള്ളത്തോക്ക അല്ലേ? എനിക്ക് വേണ്ട. ഇതേ യുവമാർക്ക് കൊടുത്തേക്ക്. എന്റെ മോനെ എന്തെങ്കിലും ചെയ്താ നിന്നെ ഞാൻ കൊല്ലു. ഞാൻ അമ്പിയെ അവരൊന്നും ചെയ്യില്ല. അങ്ങ് കൊടുത്തേക്ക്. പെണ്ണുപിള്ള, നിങ്ങൾ അഭ്യാസം കണ്ട് ഞാൻ പേടിച്ചെന്ന് വിചാരിക്കരുത്. രുദ്രന്റെ അടുത്ത് കളിച്ചിട്ടുണ്ടല്ലോ, കൂട്ടത്തോടെ ഞാൻ കത്തിച്ചളയും. നീ അത്രയോടാ കത്തിക്കോ എന്നെ? നീ എന്നെ കത്തിക്കാറായോടാ? എന്നെ കത്തിച്ച നിന്റെ കണി ഞാൻ കുത്തിക്കോ എന്നെ. ഇവിടെ നിന്ന് നിങ്ങൾ കണ്ണുപോവാ. രുദ്രൻ ആരവിന്റെ അമ്മയെ കണ്ട് മതിയായി കാണും. അവന്മാരോടെ ഓട്ടെ ഒളിമ്പിക്സ് ആയിരുന്നെങ്കിൽ സ്വർണം കിട്ടിയേനെ. അവന്മാരെ ആരവിന്റെ അമ്മ ശരിക്കും പേടിപ്പിച്ചു വിട്ടു. ഇനി അവന്മാർ ഇങ്ങോട്ട് വരില്ല. അവന്മാരല്ല പേടിക്കേണ്ടത്, ശരിക്കും നമ്മളല്ലേ. നമ്മൾ ആരവിന്റെ അമ്മയെ തേടിയെത്തിയപ്പോ രുദ്രൻ അവിടെ എത്തിയിരിക്കുന്നു. രുദ്രൻ വന്നിട്ട് എന്തായി? വല്ലോ നടന്നോ? ഇന്ന് രുദ്രനെ കൊണ്ട് നടക്കാത്തത് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നിങ്ങൾ വന്നേ, ഒരു കാര്യമുണ്ട്. സാറേ, അവന്മാരെ വിടരുത്. അവന്മാരെ ആളെ കൊല്ലുന്നവരാ. അവന്മാരെ വെറുതെ വിട്ടേക്കല്ലേ. അവന്മാരെ ആളെ കൊല്ലും. അവന്മാരെന്റെ മോനെ കൊല്ലും. എന്താ ഇത്? നിങ്ങളുടെ മോനെ ആരും കൊല്ലില്ല. നിങ്ങൾക്കൊരു മോനുണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞോ? മിനിസ്റ്ററുടെ മോനാ വന്നത്. ആരെങ്കിലും കാണാൻ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? തോക്കിൽ നിന്നും വെടിപൊട്ടി ആരുടെയെങ്കിലും ജീവൻ ആപത്ത് പറ്റിയിരുന്നെങ്കിലോ? ഞാൻ അവന്മാരെ ഒന്ന് പേടിപ്പിച്ചതാ. ഇങ്ങനെയാണോ പേടിപ്പിക്കുന്നത്? മേലിൽ ഇങ്ങനെയൊന്നും ചെയ്തേക്കരുത്. മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും മാറ്റും. ഓർത്തോ? നിങ്ങൾ വന്നോ മക്കളെ? നിങ്ങൾ എന്താ അവിടെ നിൽക്കുന്നേ? കേറി അകത്ത് വാ, കേറി അകത്ത് വാ. ഞങ്ങൾ അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളെ ഇപ്പൊ അകത്തേക്ക് വരുന്നില്ല അമ്മേ. പിന്നീട് അമ്മയുടെ മകനെയും കൊണ്ടുവരുമ്പോ വരാം. നിങ്ങൾ എന്തിനാ വന്നേ? ഒരു കാര്യം പറയാൻ വന്നതാ. അമ്മ ഇപ്പൊ ചെയ്തതൊക്കെ സൂപ്പർ ആയിരുന്നു. ഞങ്ങള് കണ്ടായിരുന്നു. മന്ത്രയുടെ മൂന്നത് അത്യാവശ്യമായിരുന്നു.
അതിനെ ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ഞങ്ങൾ പോട്ടെ. നിങ്ങൾ പോവാണോ? പോവല്ലേ മക്കളെ. ഇവിടുന്ന് എന്നെയും കൂടെ കൊണ്ടുപോവോ? എന്റെ മോന്റെ അടുത്തേക്ക് എന്നെയും കൂടെ കൊണ്ടുപോവോ മക്കളെ? അതിപ്പോ പറ്റാത്ത കാര്യ. എന്റെ മോനെ എവിടാന്ന് പോലും അറിയില്ല. അമ്മേ കരയാതെ. ഞങ്ങൾ അമ്മയുടെ മോനെ ഇവിടെ കൊണ്ടുവരും. അപ്പം മോനെ കാണാലോ. മോളെ അവൻ വരുവോ? എന്റെ മോൻ വരുവോ? വരൂ അമ്മേ. അമ്മയ്ക്ക് മോനെ കാണാം. നിങ്ങക്ക് ഒന്നിച്ച് ജീവിക്കാം. ശരി അമ്മേ, ഇപ്പൊ ഞങ്ങൾ പോട്ടെ. എന്റെ അണ്ണാ, ആ ഭ്രാന്തി തോക്ക് ചൂണ്ടിയപ്പോ എന്നെ എന്തിനാണ് പിടിച്ച് മുന്നിൽ നിർത്തിയത്? നീലടാ എന്റെ ബോഡി ഗാർഡ്. അപ്പൊ എന്റെ ബോഡി രക്ഷിക്കാനുള്ള ചുമതല നിനക്കുള്ളയില്ലേ? എന്റെ അണ്ണ അവര് പാഴാക്കി ഉണ്ടകളിൽ ഒരെണ്ണം എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലോ? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യം. അതിന് ഈ ഓർക്കാപ്പുറത്തുള്ള അറ്റാക്ക് അല്ലേടാ, അണ്ണനും പ്രതീക്ഷിക്കണില്ലല്ലോ, അതുകൊണ്ടാണ്. അല്ല, ആ സ്ത്രീ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അവരെ തലയ്ക്ക് ഭ്രാന്ത. അല്ലടാ, ഈ 5 ദിവസത്തിനുള്ള ആ ഭ്രാന്തിയെ കാണാൻ വന്ന എന്തിനായിരിക്കും? ആരവുമായിട്ട് ആ ഭ്രാന്തിക്ക് എന്തെങ്കിലും കണക്ഷൻ കാണും? അവര് വന്ന് എന്തെങ്കിലും സംശയം തീർക്കാനായിരിക്കും. അഞ്ചിനെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റിയ ചാൻസ് ആയിരുന്നു നഷ്ടമായത്. ഈ സാഹചര്യത്തിൽ അത് നടക്കൂലടാ. 5നെ ഒരുമിച്ച് കിഡ്നാപ്പ് ചെയ്യണ കാര്യം ബുദ്ധിമുട്ടാ. 1 by 1 അതാണ് അതിന്റെ ഒരു പ്ലാൻ. എന്താണ്, എന്തു പറ്റി? വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോയിടാ. അതിന്റെ ഇടയിൽ ഇപ്പൊ ആര് വിളിക്കുന്ന? ഡൈഷനെ, ഇത് നേരത്തെ വിളിച്ച അതേ നമ്പറാണല്ലോ. ആരാണെന്ന് ചോദിക്കണ. ആടാ നീ? നീ എന്താണ് ആളെ പേരിപ്പിക്കണ? ആരാ നീ? പറ. നിങ്ങൾ തേടുന്ന ആളിനെ ഇനി തേടി നടക്കരുത്. ഈ യാത്ര അവസാനിപ്പിച്ചേക്ക്. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല. നീ ആരാ നീ? ഈ രുദ്രനെ ശരിക്കും എനിക്ക് അറിഞ്ഞൂടായിട്ടാണ്. എടാ നീ ആരാണെങ്കിൽ എന്റെ മുമ്പിൽ ഓടാ പന്ന വീരു. അവൻ ഫോണ് കിട്ടിയതാണ്. ഇതാരോ കളിയാക്കുന്ന.